ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ഗ്രീൻ പീസ് കറിയും നല്ല കട്ടൻ ചായയും. അതിനുശേഷം ഇത് സർബത്താണ്. സർബത്ത് ഉണ്ടാക്കാൻ പോവാണ്. എനിക്ക് കുട്ടാപ്പിക്കും ഭയങ്കര ഇഷ്ടമാണ് സർബത്ത്. അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ സർബത്ത് ഇട്ട് കുടിച്ചു. സൂപ്പറാണെന്ന് കുട്ടാപ്പി പറയുന്നുണ്ട്. കുറച്ച് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഫുഡിന് അപ്പച്ചൻ കൊണ്ടുവന്നിരുന്ന മീനുണ്ടായിരുന്നു. മീനിൻ്റെ നല്ല സൂപ്പർ മീനാണ്. നല്ല വെട്ടി ക്ലീൻ ചെയ്ത നമ്മുടെ കിളിമീന് കറി വെക്കാൻ വേണ്ടി അമ്മച്ചി എല്ലാ സാധനങ്ങളും അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഉള്ളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. അധികം പേസ്റ്റ് ആക്കണമെങ്കിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി. അതിനുശേഷം അമ്മച്ചി കുറച്ച് ചാള വറക്കാമെന്ന് പറഞ്ഞു. അപ്പച്ചൻ 2 മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞു കിളിമീനും ഒരെണ്ണം മത്തിയും. മത്തി വറക്കാനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം ആ പൊടിയിലേക്കൊക്കെ ചാളെടുത്തിടുവാണ്. അത് വറക്കാൻ വേണ്ടി നല്ല രീതിക്ക് പുരട്ടി കുറച്ച് നേരം ഫ്രിഡ്ജിൽ മാറ്റി വെക്കുക. അമ്മച്ചി അത് നല്ല രീതിക്ക് പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് സ്കിപ്പായി പോയി ഇത്തിരി ഉണ്ണിയപ്പം കഴിച്ചു. എൻ്റെ ഫേവറേറ്റാണ് ഉണ്ണിയപ്പം. മഴ, കട്ടൻ ചായ, ഉണ്ണിയപ്പം ഇതൊന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം കറി വെക്കാനായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ഇതെല്ലാം ഒഴിച്ചു. ആ പൊടിയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ചെറിയ സവാളയാണ്, അതെല്ലാം ആഡ് ചെയ്തു. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പ് എല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തു. കൈ കൊണ്ട് മിക്സ് ചെയ്യാം, സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ അരപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. പുളിയും ഇടണം, അത് ഞാൻ ഇതിലേക്ക് കാണിച്ചിട്ടില്ല. ഇതിലേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കും. നമ്മൾ ഇന്ന് കറി വെച്ചത് കിളിമീനാണ്. മീനിട്ട് കൊടുത്ത് നമ്മൾ തിളപ്പിച്ച് നല്ല രീതിക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് അതിനുശേഷം ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഉള്ളി വഴറ്റിയിട്ട് ലാസ്റ്റ് ആ കറിയിലേക്ക് ഇട്ടാൽ സൂപ്പർ കറിയാവും. അതിനുശേഷം ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയായിരുന്നു കുട്ടാപ്പീനൊന്ന് ബോഡി ചെക്കപ്പൊക്കെ ചെയ്യാനായിട്ട്. ഞങ്ങളുടെ വെക്കേഷൻ വന്നതല്ലേ, തിരിച്ചു പോകണേക്കാൾ മുന്നേ കുട്ടാപ്പീനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പൊക്കെ നടത്തി.